ഇന്ദ്രന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും ആവണ്ട. അവന്റെ കൂടെ അനു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അവൾ നോക്കിക്കോളും. രഘു, ആ നമുക്ക് ഇറങ്ങാം. ശരി അങ്കിൾ. ഇതൊന്നും എളുപ്പം ഒതുക്കി തീർക്കാവുന്ന കേസല്ല. അമ്പിളി പിടിച്ച മുയലിന് 3 കൊമ്പായിരുന്നെങ്കിൽ ഇപ്പൊ 4 കൊമ്പ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഞാൻ ദാസങ്ങളുടെ കൂടെ തിരിച്ചു പോയിക്കോളാം. അമ്മാവൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. 1 മണിക്കൂറിലകം ഞാനിങ്ങ് ഓടിയെത്തും. അതാണ് നല്ലത്. കുറച്ച് മാറി നിന്നാലാവും ചിലർക്ക് ചിലരുടെ വില മനസ്സിലാവുന്നത്. ശരി, ദാസനും അങ്ങനെ തന്നെയാണ് തോന്നുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആവട്ടെ. ആ, അണ്ണ ഇനി ഒരു കാര്യവും മനസ്സിൽ കൊടുക്കണ്ട. ഞങ്ങൾ പോയതിനു ശേഷം ഇന്നും നാളെ കേട്ട് ഇന്ദ്രനെ വിനയനെയൊക്കെ കാണുന്നുണ്ട്. ഇന്ദ്രനെ കണ്ട് സമാധാനിപ്പിക്കണം. ഇനി സുശീല പറഞ്ഞത് സത്യമാണെങ്കിൽ പോലും ഇന്ദ്രന് അത് ഉൾക്കൊള്ളാനുള്ള ശക്തി നമ്മൾ പകർന്നു കൊടുക്കണം. ആ, അത് നമുക്ക് ചെയ്യാം. സുശീലയ്ക്ക് ഇന്ദ്രൻ മകനല്ലെന്ന് പറയാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ശക്തി ഇന്ദ്രന് ഉണ്ടായാലേ പറ്റൂ. അത് ഞങ്ങൾ പറഞ്ഞോളാം. ശരി, എന്നാ പിന്നെ നമുക്ക് വിട്ടാലോ രഘു? ആ, ഞാൻ റെഡിയാങ്കിളെ. എന്നാ പിന്നെ പോയിട്ട് കാണാം. ശരി ദാസ്. അമ്മാവ, ആ, പിന്നെ നീ എന്നെ ദിവസവും വിളിക്കണോട്ടോ രഘു. നീ വെറുതെ ആ വിനയനുമായിട്ട് സംസാരത്തിനൊന്നും പോണ്ട. ഇല്ല അമ്മാവ, ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ദാസങ്ങളുടെ കൂടെ പോവുള്ളൂ. ശരി, ഞാൻ വിളിച്ചോളാം. ശരി.